നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ വൻ ആക്രമണം നടത്തി ഇറാൻ. അയൺ ഡോം തകർന്നു. പകച്ച് ലോകരാജ്യങ്ങൾ. ഒടുവിൽ ലോകം ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അനവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെൽ അവീവിൽ പതിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ്. ഗാസയിലെ ജനങ്ങളെയും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും കൊന്നതിന് മറുപടിയായി ഇസ്രായേലിന് നേരെ ഡസൻ കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ തകർന്നടിഞ്ഞത് പേരുകേട്ട ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പതിയിരുന്ന ഇറാൻ കൃത്യമായ പ്ലാനോടുകൂടി നടത്തിയ ഈ ആക്രമണത്തിന് മുന്നിൽ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക കരുതുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാനു വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുമെന്ന കാര്യവും ഉറപ്പാണ്. ഇസ്രായേലിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതായാണ് BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സിവിലിയന്മാരോട് ബങ്കറിൽ അഭയം തേടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ലെബനനെ കരമാർഗം ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടെ ലെബനനിൽപ്പെട്ട ഇസ്രായേൽ സൈനികരും കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത്. തന്റെ രാജ്യം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിലൊന്ന് അഭിമുഖീകരിക്കുകയാണെന്നും 1 ദശലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും ലെബനീസ് പ്രധാനമന്ത്രി പറയുമ്പോൾ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ ലക്ഷങ്ങളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇസ്രായേൽ തലസ്ഥാനത്തുൾപ്പെടെ മിസൈൽ ആക്രമണത്തിന് ഒപ്പം തന്നെ ചാവേറുകളും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്യന്തം ഭീതിജനകമായ അവസ്ഥയാണിത്.